ആള് USA-ലായിരുന്നു. മിമിക്രിയൊക്കെ വിട്ട് ജംഗ്ഷനിൽ ഞാൻ ടെക്സാസിലായിരുന്നു, ടെക്സാസ് ഹൂസ്റ്റൺ. അപ്പൊ അവിടെ 8 വർഷം അവിടെ ആയിരുന്നു. വന്നതിന് ശേഷം വീണ്ടും മിമിക്രിയിൽ സജീവമായിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ച് സിനിമാ താരങ്ങളെയൊക്കെയാണ് അനുകരിക്കുന്നത്. പക്ഷെ അതിന് പുറമെ തന്നെ എന്റെ കഥകൾ കേൾക്കാനാണ് എന്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടം. സുശീലിന്റെ കഥയോ? ഞാൻ ഓരോ കഥകൾ ഉണ്ടാക്കി പറയും. ഒരു കഥ പറഞ്ഞേ. നമ്മുടെ ഈ എനിക്കൊന്ന് എല്ലാവരും റിട്ടയർമെന്റ് സ്റ്റേജിൽ നിൽക്കുന്നവരാ എല്ലാവരും അല്ലേ? 40, 50, 40+ ക്ലബ്ബാണിത്. 50+ ക്ലബ്. എല്ലാവരും റിട്ടയർഡാണ്. 50+ ആണ്. അപ്പൊ 50 വയസ്സ് കഴിഞ്ഞവര്, ഇനി 50 വയസ്സ് കാത്തുകളൊന്നുമില്ല, ഏത് പ്രായത്തിലുള്ളവർക്കും വരാം. 67. അപ്പം ഒരു കഥ ഇവർക്ക് കൂടി പറ്റിയൊരു കഥ. അത് ഞാനൊരിക്കൽ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് പാലോട് എന്ന് പറയുന്ന സ്ഥലത്ത് കാട് ഏരിയയിലായിരുന്നു. അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു വരാൻ ബസ്സില്ല. അപ്പൊ ഞാൻ അവിടെയുള്ള ഒരു പയ്യന്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകുമോ, രാവിലെ എനിക്ക് പോവാം. അപ്പം ശരിയായിട്ടാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. അപ്പം അവനിവിടെ അടുത്ത വീടെന്നും പറഞ്ഞ് കണ്ട വയലുവാരമൊക്കെ കയറി ഇറങ്ങി അവിടെ കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പം വീട്ടിൽ കറണ്ടൊന്നുമില്ല. അപ്പോൾ ഇവനൊരു പുതിയ പായ കൊണ്ടിട്ട് എനിക്ക് കിടക്കാൻ, എന്നിട്ടൊരു പുതിയ മുണ്ടും തന്നു. അപ്പം ഞാൻ ചോദിച്ചു, എടാ അത് നല്ല മുണ്ടല്ലേ? അപ്പം അവൻ പറയാ, ഇതെന്റെ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൂപ്പ എന്തിയെ? അപ്പൂപ്പൻ കഴിഞ്ഞ മാസം മരിച്ചുപോയി, മരിച്ചപ്പോൾ പുതപ്പിച്ച മുണ്ടാണ്. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കിത് വേണ്ട. വേണ്ടെങ്കിൽ എണീര്. പിന്നെ അതെന്ത്? അപ്പൂപ്പൻ മരിച്ചപ്പോൾ ആ പായിലാണ് കിടത്തിയത്. അതും ചുരുട്ടിയെടുത്ത് ഞാൻ കളഞ്ഞിട്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങ് വീട്ടിൽ വന്നു. അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്ത് ഒരാളുണ്ട്, എപ്പോഴും മൃദംഗം വായിച്ചുകൊണ്ടിരിക്കും. സദാസമയം മൃദംഗമാണ്. അതിനെ തുടയ്ക്കുക, കൊട്ടുക, ഇങ്ങനെ കൊട്ടിക്കൊണ്ടേ. അപ്പം ഞാൻ അതുവഴി പ്രോഗ്രാമിന് പോയപ്പോൾ പുള്ളി ഇറങ്ങിയിട്ട് എന്നോട് ചോദിക്കാം, സുഹൃത്തേയും എവിടെയും പരിപാടിയും കൂട്ടയും ഇന്ന് പ്രോഗ്രാം ഉണ്ടാടേ കൂട്ടയും സുഹൃത്തേയും. പുള്ളി മൃദംഗം വായിക്കുന്ന രീതിയിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. അതുപോലെ ഞാൻ USA-ൽ മൻഹാട്ടൻ സിറ്റി കാണാൻ വേണ്ടി പോയി. ന്യൂയോർക്കിൽ സിറ്റി കാണാൻ വേണ്ടി പോയി. അപ്പം സ്പൈഡർമാനായിട്ടൊക്കെ ഓരോരുത്തർ നിൽക്കും. അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, $1 കൊടുക്കണം. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു മാജിക്കാരൻ അവിടെ നിന്ന് മാജിക് കാണിക്കുകയാണ്. ഒരു കല്ലിങ്ങനെ പൊക്കിയിടുന്നു, പിടിക്കുന്നു. പുള്ളിയുടെ അറിയാം. പുള്ളി ഇങ്ങനെ കല്ല് പൊക്കിയിട്ടിട്ട് പിടിക്കുമ്പോൾ $100 കൈ. വീണ്ടും കല്ല് പൊക്കിയിടുമ്പോൾ $100. ഈ $100 പിടിക്കുന്ന പുള്ളി എന്റെ അടുത്ത് $1 ചോദിക്കുക. $100 പിടിക്കുന്ന പുള്ളി അവസാനം $1 എന്റെ അടുത്ത്. അങ്ങനെ ഒരു അനുഭവം. ഏറ്റവും കൂടുതൽ കൈഡി കിട്ടിയത് രജനീകാന്തിനെയാണ് സാധാരണ അവതരിപ്പിക്കുന്നത്. രജനീകാന്ത് ഒന്ന് അതെ. ஐயா எல்லோருக்கும் வணக்கம். நான் இந்த மேடையில் வந்து பேசுறதுக்கு ரொம்ப ரொம்ப பெருமைப்பட்டிருக்கேன். கண்ணா, அளவுக்கு அதிகமாக ஆசைப்படுற ஆம்பளையும் அதிகமாக கோபப்படுத்த பொம்பளையும் நல்லா வாழ்ந்த சரித்திரமே கிடையாது. இங்கே நான் தான் கிங்க, நான் வச்சு தான் ரூல்ஸு. இனி உங்க இதில் பார்த்த கண்டம் துள்ளமாக வெட்டி புதைச்சிடுவேன். ஹொக்கோ டைகர் கா ஹொக்கோ. അടിപൊളി, കൊള്ളാല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ഇനി ഒരെണ്ണം കൂടി ചെയ്ത് നമുക്ക് മാജിക്കിലേക്ക് പോവാം. ഇനി ഹരിശ്രീയശോൻ. എന്റെ മഞ്ഞ ദൈവമേ, മുതലാളി ഞാൻ ഇവിടുന്ന് പോവേന്ന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി. അതേ മുതലാളി 25 കെട്ടിടത്തിന്റെ മുകളിൽ താഴേക്ക് ചാടുന്ന സീൻ. ഞാൻ ചാടും, അവരത് സ്ലോ മോഷനിൽ പിടിക്കും. മുതലാളി എല്ലാവരും ഒന്ന് അറിയിച്ചേക്ക്, എനിക്ക് ചപ്പാത്തിയെക്കാട്ടി ഇഷ്ടം ചോറാണ്. അതാണ് ഗാനാന്ന് പറഞ്ഞപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞ മുതലാളി. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നന്നായി. വർക്കലയാണ്, വർക്കില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അല്ലേ? ചെറിയൊരു ട്രൂപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രോഗ്രാം ട്രൂപ്പിന്റെ പേര് ടെക്സാസ്. ഞാൻ സ്ഥലം തന്നെയാണ്. സ്ഥലത്തിന്റെ അമേരിക്ക. അടിപൊളി അല്ലേ?